ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് 16th February 2026 ആൻഡ് ഇന്ന് നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് ഒരു ഹാപ്പി ഡേ ആണ്. ഒരു മേജർ മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്തു, 1000 സബ്സ്ക്രൈബേഴ്സ്. താങ്ക് യു ഓൾ. ഫസ്റ്റ് 1000 ഇസ് വെരി ഹാർഡ്, നെക്സ്റ്റ് 1000 ഇസ് എക്സ്ട്രീംലി ഹാർഡ്. സോ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ന്യൂസ്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓർഗൻ ഡോണറായിട്ടൊരു കുഞ്ഞു മാറിയിരുന്നു. 10 മാസം മാത്രം പ്രായമുള്ള ആലൻ ഷെറിൻ അബ്രഹാം ഒരു റോഡ് ആക്സിഡൻറ്റിൽപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആൻഡ് അറ്റ് ദി എൻഡ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചപ്പോൾ അവരുടെ പാരൻസ് വളരെ മാതൃകാപരമായിട്ട് ആ കുഞ്ഞിൻ്റെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ആൻഡ് ആ ഒരൊറ്റ തീരുമാനം കാരണം 4 കുഞ്ഞുങ്ങൾക്കാണ് ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റിയത്. ഓർഗൻസ് ആയിട്ടുള്ള നമ്മുടെ ലിവർ, കിഡ്നി, പിന്നെ കണ്ണിൻ്റെ കോർണിയ, അതൊക്കെയാണ് ഡൊണേറ്റ് ചെയ്തത്, വിച്ച് ഈസ് വെരി അപ്രിഷ്യബിൾ. കൊച്ചി മെട്രോ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. കൊച്ചി മെട്രോ ഇനി മുതൽ രാത്രി 10:30 വരെ അല്ല, ലാസ്റ്റ് വണ്ടി 11 മണി വരെ ഉണ്ടാവും എല്ലാ ദിവസങ്ങളിലും. യാത്രക്കാരിൽ നിന്നുള്ള അപേക്ഷ പരിഗണിച്ചിട്ടാണ് കൊച്ചി മെട്രോ ഈ ഒരു ഡിസിഷൻ എടുത്തത്. രാത്രിയാണെങ്കിലും ഇനി സേഫായിട്ടും സെക്യൂറായിട്ടും കൊച്ചി മെട്രോയിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വീക്ക് ബാംഗ്ലാദേശിൽ എലക്ഷൻസ് ആയിരുന്നു. ആൻഡ് അവിടുത്തെ ബാംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആണ് മുന്നോട്ട് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് 3/2 ഭൂരിപക്ഷമാണ് അവർക്ക് കിട്ടിയത്. ആൻഡ് പ്രധാനമന്ത്രിയാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അവിടുത്തെ ആ പാർട്ടിയുടെ നേതാവായിട്ടുള്ള താരിഖ് റഹ്മാനായിരിക്കും. ഫ്രം ദ വേൾഡ് ഓഫ് ടെക്, നത്തിങ്ങിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നത്തിങ് ഒരു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഫോൺസ് ഉണ്ട്, ഹെഡ്ഫോൺസ്, ഇയർഫോൺസ്, അങ്ങനെ പല പ്രൊഡക്ട്സും ഉണ്ട്. സ്ഥിരമായി കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ചെയ്യാം എന്ന ഒരു തോട്ടിലാണ് അവർ നത്തിങ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. കാൾപേയാണ് അതിൻ്റെ ഫൗണ്ടർ. കാൾപേ ഇതിന് മുന്നേ നമ്മുടെ OnePlusൻ്റെ ഒക്കെ ഫൗണ്ടറായിരുന്നു. OnePlusനെ ടോപ്പിലെത്തിക്കാനുള്ള മേജർ ഫോഴ്സ് കാൾപേ ആയിരുന്നു. ആൻഡ് കാൾപേ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ OnePlus ഇപ്പോൾ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വാല്യൂ. നത്തിങ് റീസെൻ്റ്ലി നമ്മുടെ ബാംഗ്ലൂരിൽ ഒരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. ഒരു ഫിസിക്കൽ സ്റ്റോറാണ്. നത്തിങ്ങിൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനൊക്കെ അവിടെ വന്ന് ഫോൺസും മറ്റ് പ്രോഡക്ട്സും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേ ഔട്ടുമാണ് ആ ഒരു നത്തിങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറിനുള്ളത്. അവിടെ വന്ന് ഫോൺസ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് കാണാൻ പറ്റും, പ്രോട്ടോടൈപ്പ് പോലെയുണ്ട്. പിന്നെ ഫോൺസ് ടെസ്റ്റ് ചെയ്യുന്നത്, വെള്ളമൊഴിച്ച് ടെസ്റ്റ് ചെയ്യുന്നതും, അങ്ങനെ പല നത്തിങ്ങിൻ്റെ ഫ്രം 0 to 1 പ്രോസസ്സ് അറിയാൻ പറ്റും. ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് അവിടെ വന്ന് വീഡിയോസും എല്ലാം ഷൂട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. കോഴിക്കോട് വെച്ച് ഒരു സ്കൂട്ടർ യാത്രികൻ ഫുട്പാത്തിൽ കൂടെ കയറിപ്പോയി. ആൻഡ് അവിടെ ഒരു അമ്മ, പ്രഭാവതി അമ്മ, ആ സ്കൂട്ടറിനെ തടഞ്ഞു നിർത്തി, ഇത് ഫുട്പാത്താണ്, വേണമെങ്കിൽ തിരിച്ച് റോഡിലോട്ട് പോയിക്കോളൂ എന്ന ഒരു വൈറൽ രംഗമുണ്ടായിരുന്നു. ആക്ച്വലി അത് വളരെ അപ്രിഷ്യബിളാണ്. ട്രാഫിക് ബ്ലോക്ക് വരുമ്പോൾ മിക്ക 2 വീലേഴ്സും ഫുട്പാത്തിലൂടെ കയറി പെഡസ്ട്രിയൻസിന് അതൊരു ബുദ്ധിമുട്ടാവാറുണ്ട്. നടപ്പാത നടക്കാൻ വേണ്ടിയാണ്, അത് വണ്ടി ഓടിക്കാനുള്ളതല്ല. ആൻഡ് ഇത് പിന്തുടർന്ന് മറ്റ് ഏരിയകളിലും ആൾക്കാർ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമുക്കിന്ന് വേർഡ് ഓഫ് ദ ഡേയിലോട്ട് പോവാം. ദ വേർഡ് ഫോർ ദ ഡേ ഇസ് ഇംപെറ്റസ്. IMPETUS. ഇംപെറ്റസ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ പ്രേരണ, നമ്മളെ എൻകറേജ് ചെയ്യുന്ന കാര്യത്തിനാണ് ഇംപെറ്റസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ദ ന്യൂസ് വാസ് ഇംപെറ്റസ് ഫോർ ദ ചേഞ്ച്. ആൻഡ് മൈ ഡ്രൈവിംഗ് ഫോഴ്സ് ഇസ് ദ വ്യൂസ്, ദ സബ്സ്ക്രൈബേഴ്സ്, ദ കോമൻറ്റ്സ്, ലൈക്സ്. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. ഷൗട്ട് ഔട്ട് ടു മഹി സുഭദ്രം ആസ് വെൽ ആസ് നിദാൽ സമദ്. കാരണം കോൺസ്റ്റൻ്റ്ലി അവർ എൻ്റെ വീഡിയോസിന് കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഡിയർ ഫ്രണ്ട്സാണ് രണ്ടുപേരും, മഹേഷ് ആൻഡ് നിദാൽ. ബിഗ് ഷൗട്ട് ഔട്ട് ടു ദം. കമൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്മൈലി എമോജി ആയിരിക്കും. ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിനൊരു ആൽഗോറിതം ഉണ്ട്. ഈ ആൽഗോറിതം നമ്മുടെ വീഡിയോനെ പുഷ് ചെയ്യണമെങ്കിൽ എത്ര എൻഗേജ്മെൻ്റ് ഉണ്ടെന്നാണ് നോക്കുക, എത്ര പേര് കമൻറ്റ് ചെയ്തു, എത്ര പേര് ലൈക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയും പുതിയ സബ്സ്ക്രൈബേഴ്സിലോട്ട് ഈ വീഡിയോസിനെ പുഷ് ചെയ്യും, എത്തിക്കാൻ സഹായിക്കും. ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ ഡൂയിങ് ദാറ്റ്. ആൻഡ് ഇനിയും മറ്റുള്ളവരോടും കൂടെ ചെയ്യാനായിട്ട് പറയുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ഡൂയിങ് ദാറ്റ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.